പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പപ്പയുണ്ട്, അതുപോലെ ഞങ്ങൾ എല്ലാവരുമുണ്ട്. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളോട് വളരെ ഇമ്പോർട്ടൻ്റായ ചില കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് ഇടപെട്ട ആ വചനത്തിൻ്റെതൊക്കെ, അല്ലെങ്കിൽ ആകത്തുക എന്ന് പറയുന്നത്, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ആ വശങ്ങളെക്കുറിച്ചാണ് ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആറ്റിറ്റ്യൂഡ്, പ്രിയ സാജു ബ്രദർ അത് ഓൾറെഡി അത് മെൻഷൻ ചെയ്തായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ശൗമേൽ ബാലൻ, അല്ലെങ്കിൽ ഏലി പുരോഹിതൻ ശൗമേലിനോട് പറഞ്ഞു കൊടുക്കുകയും ശൗമേൽ ബാലൻ അത് ചെയ്യുകയും ചെയ്തത്. അടിയൻ കേൾക്കുന്നു, ഹല്ലേലൂയ. നമ്മളിപ്പോഴും ദൈവത്തിൽ നിന്ന് കേൾക്കണമെങ്കിൽ ഹല്ലേലൂയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്റ്റ് ആണ്. കാരണം അതൊരു കുഞ്ഞു പൈതലാണ്, ഒരു ബാലനാണ്. 3 പ്രാവശ്യം വന്നിട്ടും ദൈവം ഫർദറായിട്ട് ആലോചന പറയാൻ പറ്റാത്തതിൻ്റെ ഒറ്റ കാരണം ഇത്രേ ഉള്ളൂ: ശൗമേൽ, അത് ഐ ആം റെഡി ടു ലിസൺ, യെസ് ഹിയർ ഐ ആം, ആ ഒരു കാര്യം പറഞ്ഞില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ചില സിസ്റ്റങ്ങൾ വളരെ ഡീപ്പാണ്, വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഒരു ചില കാര്യങ്ങളാണെന്ന് നമ്മൾ വളരെ ഉറപ്പായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മുടെ ലൈഫിൽ. അല്ലെങ്കിൽ നമ്മളൊരു എപ്പോഴും ഒരു ഒപ്പോസിങ് മെൻറ്റാലിറ്റിയോടുകൂടെ, അല്ലെങ്കിൽ ദൈവം വേണമെങ്കിൽ ദൈവം എന്നോട് പറയട്ടെ എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ചക്കാലം പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ ദൈവം നമ്മളോട് സംസാരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ കൈനോടൊക്കെ സംസാരിച്ചതുപോലൊക്കെ സംസാരിച്ചു എന്നിരിക്കും. അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന പ്രാക്ടിക്കലി നമ്മളോട് ഇടപെടേണ്ടതിൻ്റെ അത്യാവശ്യം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ പ്രോവർബിൽ നിന്ന് നമ്മൾ കേട്ടു, ഏത് ജംഗ്ഷൻ എടുത്ത്, അല്ലെങ്കിൽ ഏത് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷനിലും, അല്ലെങ്കിൽ ഏതൊരു ഓപ്പണിങ്ങിലും ഒക്കെ ജ്ഞാനമായവൾ റെഡിയാണ്. ഹല്ലേലൂയ. പക്ഷെ അവളെ ജാഗ്രതയോടെ അന്വേഷിച്ചാൽ ഡെഫിനറ്റ്ലി ദൈവത്തിൻ്റെ ഐഡിയ, അല്ലെങ്കിൽ ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് ദൈവം പറഞ്ഞു തരും. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ ഒരു സിസ്റ്റമാണ്. ഹല്ലേലൂയ. അത് ദൈവം എന്നാൽ മാത്രമേ ഹല്ലേലൂയ ഒരു ആടിന്, അല്ലെങ്കിൽ ഇടയൻ്റെ ഇഷ്ടം അനുസരിച്ച് നടക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇടയനെ കേൾക്കാത്ത ആടുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇടയനും ആടുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ, നമുക്ക് ഈ കാര്യം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജീവിതം തന്നെ ഒരു സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങൾ ഓൾറെഡി കുറച്ച് ആഴത്തിലുള്ളതാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവനോട് ഇടപെട്ടായിരുന്നു, എന്നെ വെളിപ്പെടുത്തിയായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് ഫർദറായിട്ട്, അല്ലെങ്കിൽ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ ഇനിയും നമുക്ക് അറിയുവാൻ ഉണ്ട്. ഹല്ലേലൂയ. സാജി ബ്രദർ ആദ്യം പറഞ്ഞതുപോലെ ഇത് വലിയ ആഴത്തിലുള്ള, അല്ലെങ്കിൽ വലിയ കടലാണ്. ഹല്ലേലൂയ. നമ്മളത് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം അതിൻ്റെ കാര്യങ്ങളെ വെളിപ്പെടുത്തി നൽകും. ഹല്ലേലൂയ. അതായത് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി നമ്മൾ അറിയാനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫർദറായിട്ടുള്ള ആസ്പെക്റ്റ്, അതായത് ഈ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്ന ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ള ആ ഒരു ആശയത്തിൻ്റെ ഫർദറായിട്ടുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ ഈ ആത്മീയ മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ സാത്താനികമായ പോരാട്ടങ്ങളെ, നിങ്ങൾ ഈ ദുഷ്ടന്റെ, അല്ലെങ്കിൽ സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് പൗലോസ് ഇങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ, ഹല്ലേലൂയ, പക്ഷെ നമുക്കതിനകത്ത് ഫർദറായിട്ടുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലി, അതായത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ അതെങ്ങനെയാണത് അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണത് പ്രാക്ടിക്കലി അത് നടക്കുന്നത് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നമുക്കതിനു വേണ്ടി ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. യേശുവോ ഒലിവ് മലയിലേക്ക് പോയി. ഞാൻ അതിനു മുമ്പേ ഈ 7-ാം അധ്യായത്തിലെ അവസാനത്തെ ആ വാക്യം കൂടി ചേർത്ത് വായിക്കാം, അവസാനത്തെ 2 വാക്യം കൂടെ.
7:52 അവർ അവനോട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ചു നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ ഓരോരുത്തൻ താന്താന്റെ വീട്ടിൽ പോയി. യേശുവോ ഒലിവ് മലയിലേക്ക് പോയി. ആ രണ്ട് എന്തിനാ അത് അങ്ങനെ എഴുതിയത്? ഞാൻ ദൈവത്തോട് നീ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ എഴുതിയത്? അതായത് ഓരോരുത്തൻ താന്താന്റെ വീട്ടിൽ പോയി, അതിനുശേഷം യേശുവോ ഒലിവ് മലയിലേക്ക് പോയി. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ അവിടെ വചനത്തിൽ അവിടെ അത് വരില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, യേശു പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്യുവാൻ, പിതാവിൽ നിന്ന് പിന്നെയും പ്രാപിപ്പാൻ, പിതാവിൽ നിന്ന് പിന്നെയും ആ ഒരു ബന്ധത്തിൽ തന്നെ ഇരിക്കുവാൻ യേശു ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥന കഴിക്കുവാൻ വേണ്ടി ഒലിവുമലയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതേസമയം സാധാരണ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ പലപ്പോഴും പറ്റുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ ആത്മീയമായ ചില കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ആത്മീയമായ ഒരു അവസ്ഥയിൽ, അന്തരീക്ഷത്തിൽ തന്നെയായിരിക്കും. ആ അവസ്ഥ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ പിന്നെയും നമ്മൾ നമ്മുടെ പാടിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടേതായ ലോകത്തിലോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു വാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിന് ശേഷം താഴോട്ട് വായിക്കാം. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതാകുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഈ വേദഭാഗം നമുക്ക് പലപ്പോഴും സുപരിചിതവും നമുക്ക് വളരെ അറിയാവുന്ന ഒരു സംഭവ കഥയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പെരിഫറലായിട്ടുള്ളൊരു മീനിങ്ങോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനോ അല്ല പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് കുറച്ച് ആഴത്തിലുള്ള ചില ചിന്താഗതികളാണ് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ആ പെരിഫറലായിട്ടുള്ള കാര്യത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും. കാരണം ഈ സ്ത്രീ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച സ്ത്രീ തന്നെയാണ്, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. ഈ സ്ത്രീയുടെ അവസാന നിമിഷത്തിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവള് വന്നിരിക്കുക, അല്ലെങ്കിൽ അവരൊക്കെ ഇവളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. അവിടെ ഈ ഭൂമിയിൽ അവിടെ പരിപാടി നിൽക്കും, അല്ലെങ്കിൽ അവള് എന്നേക്കുമായിട്ട് നശിക്കും. അവൾ ഇവിടെ നശിക്കും, അവൾ നിത്യജീവന്റെ കാര്യത്തിൽ നശിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ, അപ്പൊ അതായത് ഈ യഹൂദന്മാരുടെ ഇടയിൽ നടന്ന സംഭവമാണ്, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ന്യായപ്രമാണം ആപ്ലിക്കബിൾ ആയ ഭാഗം അവരാണ് ഈ കാര്യത്തിലോട്ട് ഇവളെ പിടിക്കുന്നത്, അതുപോലെ തന്നെ അവരെയും കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു വേദഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് പെരിഫറായിട്ടൊരു കാര്യം ഞാൻ പറയാം, പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, ഏതൊരു അവസ്ഥയിലാണെങ്കിലും മരണത്തിന്റെ വക്കോളം എത്തിയാലും യേശുവിന് നമ്മളെ വിടുവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ശരിയാണ്, പാപത്തിന്റെ അവസ്ഥ വന്നു, വീഴ്ച വന്നു, പിടിക്കപ്പെട്ടു, ഇനി മരണം മാത്രമേ മുന്നിലുള്ളെങ്കിലും ഹല്ലേലൂയ, യേശുവിൻ്റെ അടുത്ത് നമുക്ക് ആമേൻ യഥാർത്ഥമായ ഒരു ആശ്രയത്തോടെ ചെല്ലാമോ? ഹല്ലേലൂയ. യേശുവിന് വ്യക്തമായി നമ്മളെ രക്ഷിക്കുവാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ ആ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഞാൻ ഈ ആ ഒരു കാര്യം ഒന്നും പറയാനല്ല ഞാൻ ഈ ഒരു സംഭവം എടുത്തത്. വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ആഴത്തിലുള്ള ഒരു ആസ്പെക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അറിയാം, പൗലോസ് എഫേസ്യ ലേഖനത്തിൽ ഈ സർവായുധ വർഗത്തിന്റെ കാര്യം പഠിപ്പിച്ചപ്പോൾ 6:12 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും
അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതിനുശേഷം നമ്മൾ സർവായുധ വർഗത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം അതായത് ഓർപ്പിക്കട്ടെ, അല്ലെങ്കിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പൗലോസിന്റെ ഈ വേദഭാഗം അനുസരിച്ച്, അല്ലെങ്കിൽ ഈ വചനത്തിന്റെ ഈ പറയുന്ന കാര്യം അനുസരിച്ച്, ഏത് മനുഷ്യന്റെയും അല്ലെങ്കിൽ അവനെ വീഴിക്കാൻ അല്ലെങ്കിൽ അവനെ തകർക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന 4 കൂട്ടം കാര്യങ്ങളാണ് ഏത് മനുഷ്യനെയും വീഴ്ച കളയാൻ അല്ലെങ്കിൽ അവനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി സാത്താൻ പ്രയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള സാധനം. അത് എല്ലാ കാര്യത്തിലും, അതായത് നമ്മൾ അതിനെക്കുറിച്ച് വേറൊരു പല ആംഗിളിൽ അതായത് എന്താണ് റൂളേഴ്സ്, എന്താണ് പവർ, എന്താണ് അതായത് വേൾഡ്ലി ഫോഴ്സസ് ഓഫ് ഡാർക്ക്നെസ്, എന്താണ് അതായത് സ്പിരിച്വൽ ഫോഴ്സസ് ഇൻ ഹെവൻലി പ്ലേസസ്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും പഠിച്ചതാണ്. പക്ഷേ പ്രാക്ടിക്കലി ഹല്ലേലൂയ, പ്രാക്ടിക്കലി ഐ എം ടോക്കിംഗ് അബൌട്ട് പ്രാക്ടിക്കൽ സെൻസ്. എൻ്റെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ തന്നെ കടന്നു പോകണം. പൗലോസിന്റെ ഭാഷയിൽ, അതായത് ഒരു മനുഷ്യൻ വിചാരിച്ചു അല്ലെങ്കിൽ ഒരു മനുഷ്യനൊന്നും അല്ല അതിനകത്തെ കാര്യം, അല്ലെങ്കിൽ അതിനകത്ത് ജഡരക്തങ്ങളല്ല എന്ന് പറയും. നമ്മളത് വിശ്വസിച്ച് നമുക്കത് എടുത്തേ പറ്റൂ. അല്ലല്ലോ. അപ്പോൾ പ്രാക്ടിക്കലി ഈ അന്ധകാര ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കുറച്ചു മുമ്പ് വായിച്ച ആ വ്യഭിചാരത്തിൽ പഠിച്ച സ്ത്രീയുടെ ലൈഫുമായിട്ട് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ വ്യഭിചാരത്തിൽ പഠിച്ച സ്ത്രീ, അത് ഞാൻ പറഞ്ഞത് അതിൻ്റെ കോണ്ടസ്റ്റ്, അതായത് ഇവളെ നശിക്കാൻ, അതായത് നമ്മൾ ആ ഒരു ഹോളിസ്റ്റിക് ചിന്താഗതിയിൽ എടുക്കണം. ഇവളെന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ ആ സോൾ അത് നശിക്കാൻ പോവുകയാണ്. അതായത് അവൾ ഇവിടെയും നശിക്കാൻ പോവാണ്, പിന്നെ നശിക്കാൻ പോവാണ്, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ പോവാണ്. അങ്ങനെയെങ്കിൽ പൗലോസിന്റെ ഈ ഒരു ചിന്താഗതി അനുസരിച്ച് ഇവളുടെ ലൈഫിലും ഈ പറഞ്ഞ റൂളേഴ്സ്, ഇവിടെ ഞാൻ ഇംഗ്ലീഷിലുള്ള വാക്ക് വളരെ ആ വാക്യം കൂടി ഞാൻ വായിക്കാം. 12ാം വാക്യത്തിൽ, ഫോർ അവർ സ്ട്രഗിൾ ഈസ് നോട്ട് അഗൻസ്റ്റ് ഫ്ലെഷ് ആൻഡ് ബ്ലഡ് ബട്ട് അഗൻസ്റ്റ് ദ റൂളേഴ്സ്, അഗൻസ്റ്റ് ദ പവേഴ്സ്, against the worldly forces of this darkness, against the spiritual forces of wickedness in the heavenly places. അപ്പോൾ 4 കൂട്ടം കാര്യങ്ങൾ, ഹല്ലേലൂയ. റൂളേഴ്സ് ഉണ്ടാവണം, പവർ ഉണ്ടാവണം, അതുപോലെ തന്നെ വെള്ളി ഫോഴ്സസ് ഓഫ് ദിസ് ഡാർക്ക്നെസ് ഉണ്ടാവണം, പിന്നെ ഈ സ്പിരിച്വൽ ഫോഴ്സസ് ഇൻ ഹെവൻലി പ്ലേസസ് ഉണ്ടാവണം. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു കാര്യം ഈ സ്ത്രീയിലും അപ്ലൈ ആവണ്ടേ ശരിക്കും പറഞ്ഞാൽ? അതായത് ഈ പൗലോസിന്റെ ആ തത്വം അനുസരിച്ച്, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ സ്ത്രീയുടെ അവസ്ഥയിലും അല്ലെങ്കിൽ ജീവിതത്തിലും ഈ ഒരു കാര്യങ്ങൾ അപ്ലിക്കബിൾ ആവണമല്ലോ. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ ആ സ്ത്രീയുടെ ലൈഫിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. ഇവള് വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിക്കപ്പെട്ടതാണ്. അല്ലത്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സംസാരിച്ചപ്പോൾ, നമ്മൾ ഈ വചനം സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ദൈവം നമ്മളെ പഠിപ്പിച്ചൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ആ പത്രോസിന്റെ കാര്യത്തിൽ യേശു പറയുന്ന, അതായത് യേശുവോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ. അപ്പൊ അവിടെ പറയുന്നൊരു കാര്യം, നീ ദൈവത്തിന്റെ അല്ല മനുഷ്യന്റെ അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലായി, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വളരെ ഡെപ്തിൽ പോയേക്കുന്നതാണ് ഓൾറെഡി. അതുകൊണ്ട് ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ദാറ്റ് വൺ. അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടല്ലോ. അതായത് ഒന്നുകിൽ മനുഷ്യന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ, അല്ല ഒന്നുകിൽ ഇരുട്ടിന്റെ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ. ഹല്ലേലൂയ. അപ്പോ ഈ പത്രോസ് എന്ന വ്യക്തിയുടെ, അതായത് ചിന്താഗതിനെ യേശു ക്രൂശിക്കപ്പെടണ്ട എന്ന് അവനെ തോന്നിപ്പിച്ച ചിന്താഗതിയുടെ പുറകിൽ സാത്താനായിരുന്നു. ഓക്കെ, നമുക്ക് അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ എഴുതിയേക്കുന്നത് ഈ മാനുഷികമായ തോട്ട്സിന്റെ പുറകിലൊക്കെ സാത്താനാണ്. അല്ലേ? നമ്മൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തതാണ്. അതായത് ദർ ഇസ് നോ ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ മാനുഷികം, സാത്താനികം, ദൈവികം എന്നുള്ള സാധനം ഇല്ല. ദൈവികം കഴിഞ്ഞാൽ പിന്നെ മാനുഷികത്തിന്റെ പുറകിൽ സാത്താനാണ്. അതിനകത്ത് ഇടയ്ക്കൊരു ഇടപാടില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അതായത് മനുഷ്യൻ എന്നുള്ള വ്യക്തി ബോഡി, സോൾ, സ്പിരിറ്റ് ആയതുകൊണ്ട് മനുഷ്യന്റെ സ്പിരിറ്റിനെ ഐദർ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ് എപ്പോഴും അക്സസ് ചെയ്തിരിക്കും. അതെൻ്റെ ഒരു രീതിയാണത്. അല്ലാതെ ഈ സ്പിരിറ്റ് എവിടെയും തൊടാതെ നിൽക്കില്ല. ഒന്നുകിൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഹോളി സ്പിരിറ്റിനെ നമ്മൾ അലോ ചെയ്യുകയാണെങ്കിൽ ഹോളി സ്പിരിറ്റും,
നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡ് അല്ലെങ്കിൽ ഉറപ്പാണ് സാത്താൻ്റെ സ്പിരിറ്റ് നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുക, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ രീതി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എടുത്തതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പറയുന്ന സ്ത്രീയുടെ കാര്യം ചിന്തിക്കുക. ഇവള് വ്യഭിചാരം ചെയ്യണമെങ്കിൽ ഇവൾ ആ വ്യഭിചാരം എന്നുള്ള കാര്യത്തോട് ഇവൾ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റോടുകൂടി അവിടെ തോട്ട് പ്രോസസ്സിൽ അന്ധകാര ശക്തി പ്രവർത്തിച്ച് വ്യഭിചാരം ഓക്കെ എന്ന് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവളെ കൊണ്ട് അത് പ്രവർത്തിപ്പിച്ചു, ഇല്ലേ? അപ്പോ ഇവളെ റൂള് ചെയ്തത് എന്താണ്? ഇവളെ റൂള് ചെയ്തത് ആ വ്യഭിചാരം കൊടുക്കുന്ന, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്താൽ കുഴപ്പമില്ല, പ്രശ്നമില്ല. കുറച്ചു മുമ്പ് പത്രോസിനോട് പറയുന്നത് പോലെ, യെസ്, യേശു അത് ക്രൂശിക്കപ്പെടേണ്ട, അവൻ ആ ഒരു കാര്യം ചെയ്യണ്ട എന്നൊക്കെ പറയുന്നത് പോലെ, ഓരോ വ്യക്തിയാണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ പാപം ചെയ്യണമെങ്കിൽ പാപത്തിന് ഒരു കാരണമായ ചിന്ത നമ്മളെ ഭരിച്ചിട്ടാണ്, റൂൾ ചെയ്തിട്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മളൊന്നും ആലോചിച്ച് നോക്കുക. വെരി സിമ്പിളാണ്. അതായത് ഏത് വ്യക്തി പാപം ചെയ്യണമെങ്കിലും ആ പാപം എന്നുള്ള, അല്ലെങ്കിൽ പാപത്തിന്റെ ആ ഒരു ഇൻട്രസ്റ്റ്, ഞാൻ പറഞ്ഞ പാപം എന്നുള്ള ഒരു ആക്ഷൻ ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് മുമ്പേ അതിനൊരു തോട്ട്, അല്ലെങ്കിൽ അതിന് നമ്മൾ വിധേയപ്പെടേണ്ടതുണ്ട്. ആ വിധേയം, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ഒരു പരുവത്തിലാക്കുന്നതിന് പുറകിലായിട്ട് സാത്താനികമായ കാര്യങ്ങളുണ്ട്. ഞാനത് ഫർദറായിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് ഞാനത് പിന്നീട് അത് കുറച്ച് ഫർദറായിട്ട് കുറച്ചുകൂടെ പ്രൂവ് ചെയ്ത് തരാം. ഇപ്പോൾ ഏതായാലും ഇത് മനസ്സിലാക്കുക. ആ സ്ത്രീയില് യേശുവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവാണ് അവൾ വ്യഭിചാരം ചെയ്യില്ലോ, ഉറപ്പല്ലേ? അതായത് അവളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും, അതായത് വൺസ് ഇൻ എ ടൈം, ലൈഫ് ടൈം, അല്ലെങ്കിൽ വൺസ് ഇൻ അല്ലെ ഒക്കേഷനിലൊന്നും ഒന്നുമല്ല, പ്രോപ്പറായിട്ട് യേശുവിന്റെ സിസ്റ്റം നമ്മൾ പഠിച്ചങ്ങനെ പിതാവ് യേശുവിൽ വസിച്ചിട്ട്, യേശുവിന്റെ സംസാരമാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും പിതാവ് യേശുവിൽ വസിച്ചിട്ട് അവന്റെ പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. അതായത് അത് തന്നെ യേശു നമ്മളെ കാണിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യേശുവിലും യേശു നമ്മളിലും വസിക്കണം. അതാണ് ദൈവം അല്ലെങ്കിൽ സെറ്റ് ചെയ്തേക്കുന്ന സിസ്റ്റം. പക്ഷെ പ്രാക്ടിക്കലി അതല്ല നടക്കുന്നത്. പ്രാക്ടിക്കലി കൂടുതൽ സമയവും ഈ സാത്താന്റെ തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വന്ന് സാത്താന്റെ ചിന്താഗതി, സാത്താനാണ് നമ്മളെ മിക്കവാറും റൂൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ സ്ത്രീയെ വ്യഭിചാരം ചെയ്യിപ്പിക്കുന്ന ഒരു റൂളിംഗ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിൽ അവളെ അഫക്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവൾ വ്യഭിചാരം ചെയ്തു, അല്ലെങ്കിൽ ആ പാപങ്ങൾ ചെയ്യുന്നു. ഇനി ഇവൾ വ്യഭിചാരം എന്നുള്ള കാര്യമൊക്കെ അവൾക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് കയറി, അല്ലെങ്കിൽ അവൾ അതിനോട് എഗ്രി ചെയ്ത് അവൾ ചെയ്യുന്നു, പാപം ചെയ്യുന്നു. ഇനി ഈ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാണ്. അപ്പോ അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ, അപ്പോൾ ഒരു വ്യക്തിയിലെ ഇൻട്രസ്റ്റ് സാത്താൻ കൊടുത്തിട്ട് ഈ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് എഗ്രി ചെയ്യിപ്പിച്ചിട്ട് പാപത്തിലോട്ട് നടത്തി പാപം ചെയ്യുന്നു. പാപം ഒന്ന് ചെയ്ത് കിട്ടിയാലുണ്ടല്ലോ, സാത്താന് വളരെ സന്തോഷവും സാത്താന്റെ പണി വളരെ എളുപ്പമായി. കാരണം വൺസ് പാപം ചെയ്ത ഈ പാപത്തിന് ഇവന്റെ മേലൊരു അധികാരം കയറി വരും. ഇവൻ പാപത്തിന് ഒരു അടിമയായി പോകും. അത് വൺസ് ഒന്ന് ചെയ്ത്, അതായത് അതുകൊണ്ടാണ് മിക്കവാറും നമുക്കൊക്കെ ആദ്യം ഒരു പാപം ചെയ്യാനാ പാടുള്ളൂ, പിന്നീട് അത് പടപടാന്ന് പിന്നെയും നടക്കും. പിന്നെ പാപം ചെയ്യാനൊരു പ്രശ്നമില്ല. കാരണം നമുക്ക് പാപം ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും പറ്റത്തില്ല, നമ്മൾ ചെയ്തു പോകും. കാരണം ഈ പാപത്തിന് നമ്മുടെ മേലൊരു അധികാരം കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ റൂളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നടത്തിയ സാത്താനാണ്. നമ്മളെ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സാത്താൻ, ആ ഇൻട്രസ്റ്റ് കൊടുത്ത് നമ്മളത് എഗ്രി ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ പിന്നെ പാപത്തിന്റെ അധികാര പരിധിയിലായി പോയി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ പാപം വൺസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പാപത്തിന്റെ പ്രോസസ്സിൽ തന്നെയായിരിക്കും. അപ്പൊ ഈ സ്ത്രീയുടെ കാര്യം ആലോചിച്ച് നോക്കുക. ഇവൾക്ക് ഈ വ്യഭിചാരം ചെയ്യാനുള്ള അവളുടെ ഇൻട്രസ്റ്റോ, അല്ലെങ്കിൽ അവളത് എഗ്രി ചെയ്തു, വൺസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൾ വ്യഭിചാരിയായിട്ട് കണ്ടിന്യൂ പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഒരു നോർമൽ തിങ് ആണ്. ഏത് വ്യക്തിയാണെങ്കിലും ഈ കാര്യം അതിനകത്ത് പിന്നെ വ്യത്യാസം വരണമെങ്കിൽ യേശുവിനോട് പിന്നെ ഏറ്റു പറഞ്ഞ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇന്റർവെൻഷനിലൂടെ രക്ഷപ്പെടാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ രീതി. അത് അപ്പോ ഇവിടെ നമ്മൾ ഈ എഫേസ്യ ലേഖനത്തിലെ 6:12 കൂട്ടി യോജിക്കും. മനസ്സിലായല്ലോ? വ്യഭിചാരത്തിന് അവൾക്കൊരു ഇൻട്രസ്റ്റ് കൊടുത്തു, അതിനുശേഷം അവൾ വ്യഭിചാരം ചെയ്യുന്നു. ആ വ്യഭിചാരം ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവൾ പിടിക്കപ്പെടുന്നു. പിടിക്കപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? ആമേൻ. അല്ലെ, മൂന്നാമത്തെ പോയിന്റ് എന്നാണ് ഈ എഫേസ്യ ലേഖനത്തിലെ മൂന്നാമത്തെ പോയിന്റിൽ ഇവിടെ എഴുതിയേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ദ വേൾഡ് ഫോഴ്സസ് ഓഫ് ദിസ് ഡാർക്ക്നെസ്. ഹല്ലേലൂയ. അതായത്
ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ വേൾഡ് ഫോഴ്സ് ആയിട്ട് ഞാൻ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ടോ ഉദ്ദേശിക്കണം. പ്രാക്ടിക്കൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്നതാണ്. ഇവിടെ ഇവളെ പിടിച്ചു കെട്ടി ഇവളെ കൊണ്ടുവരുന്നത് കുറച്ച് ഒരു കൂട്ടം മനുഷ്യരാണ്. ആ മനുഷ്യരുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവര് നന്നായിട്ടല്ല, അല്ലെ അവര് പെർഫെക്റ്റ് ആയിട്ടല്ല, അതുകൊണ്ടാണ് യേശു അവിടെ അങ്ങനെ പറഞ്ഞത്. അപ്പോ ഇവളെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ ഉപയോഗിച്ച ടൂളാണ് ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ ആൾക്കൂട്ടം, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവളെ കൊല്ലാൻ വേണ്ടി ആ ഒരു വേൾഡ് ഫോഴ്സിനെ ഈ സാത്താൻ ഉപയോഗിച്ചു. ഇനി നമ്മൾ ഈ പത്രോസ് പണ്ട്, അതായത് കാരാഗ്രഹത്തിൽ കിടന്ന കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ പത്രോസിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അതായത് അപ്പോസ്തലർ പ്രവൃത്തി 18-ാം അധ്യായം തോന്നുന്നു, അവിടെ യാക്കോബ് ഓൾറെഡി കൊല്ലപ്പെട്ടു. യാക്കോബ് കൊല്ലപ്പെട്ടപ്പോൾ യഹൂദന്മാർക്ക് അത് ഇഷ്ടം തോന്നിയപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹെരോദാവ് പത്രോസിനെ പിടിച്ചു കൊല്ലാൻ വേണ്ടി കാരാഗ്രഹത്തിലാക്കി. ഹല്ലേലൂയ. അപ്പോൾ 4 പേരുള്ള 4 കൂട്ടത്തെ ആക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് സീൽ ചെയ്തെന്ന് വെച്ചു. പിറ്റേ ദിവസം പത്രോസ് തൂക്കിൽ, അല്ലെങ്കിൽ പത്രോസ് കൊല്ലപ്പെടാൻ പോവാ, വാളാലോ എങ്ങനെയാലോ കൊല്ലപ്പെടും. പക്ഷെ പത്രോസ് അവിടെ നിന്ന് കൂളായിട്ടൊന്ന് ഉറങ്ങുവാണ്. അപ്പൊ അതിനകത്ത് ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, പത്രോസ് അവിടെ ഈ പറഞ്ഞ റൂളേഴ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പത്രോസിന്റെ തോട്ട് പ്രോസസ്സിൽ പാപമൊന്നും വന്നിട്ടല്ല, രണ്ടാമത്തെ കേസും അല്ല, അതായത് ഈ പറഞ്ഞ പാപത്തിന് അടിമയായിട്ട് അവിടെ ജയിലിൽ കിടക്കണമൊന്നുമല്ല. പക്ഷെ മൂന്നാമത്തെ സാധനം വേൾഡ് ഫോഴ്സ് ആയിട്ട് അവിടെ ആക്ട് ചെയ്ത് ഹെരോദാവാണ്. ഹെരോദാവിൽ കൂടെയാണ് സാത്താൻ അവിടെ പൃഥ്വിനെ പിടിച്ച് തടവിലാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ ആ ഒരു അവസ്ഥയിലും ദൈവത്തിന് അവനെ വിടുവിക്കാൻ പറ്റും. ദൈവം വിടുവിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ച ഒരവസ്ഥ വന്നു, വിടുവിക്കപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് പോയിന്റ് എന്നാ? ഹല്ലേലൂയ. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ആ സ്ത്രീയുടെ ലൈഫുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, അപ്പൊ ഇവളെ ആദ്യം ചിന്തയിൽ അവളെ കീഴ്പ്പെടുത്തി, അതിനുശേഷം അവൾ പാപം ചെയ്ത പിന്നെ എളുപ്പമായി, പിന്നെ പാപത്തിന് തന്നെ അവൾ അടിമയാണ്, അവൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വൺസ് അതൊക്കെ ഇങ്ങനെ സ്മൂത്ത് അല്ലെ, അതിങ്ങനെ നടന്ന് ഒരു സുപ്രഭാതത്തില് ജനങ്ങളെ ഇളക്കി സാത്താൻ ഇവളെ നശിപ്പിക്കാൻ വേണ്ടി അവൻ ഈ യേശുവിന്റെ മുമ്പിലോടെ കൊണ്ട്, അവിടെയാണ് സാത്താൻ തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ അവനാണ് സാത്താൻ ഫെയിൽ ആയത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോ എല്ലാ മനുഷ്യരുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. ഞാനത് പ്രാക്ടിക്കൽ കേസാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ മനുഷ്യരുടെ കാര്യത്തിൽ നമ്മൾ, അതുകൊണ്ടാണ് ഈ തോട്ട് പ്രോസസ്സിന് ഇത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, ഇത്ര പ്രാധാന്യം ദൈവം എന്നെ പഠിപ്പിക്കേണ്ട കാരണം ഇതാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫീഡിങ് കിട്ടിയില്ലെങ്കിൽ, യഹോവ അരുളി ചെയ്യണമേ, ഞാൻ കേൾക്കുന്നു, എന്നെ കറക്റ്റായ വഴിയിൽ നടത്തണമേ, നടക്കേണ്ടുന്ന വഴിയിൽ എന്നെ നടത്തണമെന്ന് ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, കറക്റ്റായിട്ടുള്ള ഡിസിഷൻ, കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പ് ദൈവം പറഞ്ഞു തരും. അതല്ല നമ്മൾ ഇതിനു മുമ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്താണല്ലോ സാത്താൻ എന്താണ് പറയുന്നത്, ആദ്യത്തെ പാപം മുതൽ പിന്നീട് അങ്ങോട്ടൊക്കെ നമ്മളത് ചിന്തിച്ചതാണ്. ഹവ്വയോട് എന്താ പറഞ്ഞത്? നീ ദൈവത്തെ പോലെയാകും. സാത്താൻ എപ്പോഴും നമ്മളെ ഭയങ്കരമാക്കി, അതായത് നമ്മുടെ സ്വന്തത്തിൽ ആശ്രയിക്കാൻ, അതിന്റെ പുറകിൽ സാത്താനാന്ന് ഓർക്കണം. നമ്മുടെ സ്വന്തത്തിൽ ആശ്രയിക്കാൻ സാത്താൻ നമ്മളെ ശ്രമിപ്പിക്കുമ്പോൾ ദൈവം പറയും, ഞാൻ പറയും, നിങ്ങളത് കേട്ടോണം. അല്ലേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്ത. അപ്പൊ ഈ ഒരു കാര്യത്തിലോട്ട് അതിനെ തുലനം ചെയ്ത് പഠിച്ചപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലേ. അതായത് ഈ സ്ത്രീനെ സാത്താൻ ഇങ്ങനെ ഒരു പ്രത്യേകമായ രീതിയിൽ കൊണ്ടുപോയി, എന്നിട്ട് അവസാന നിമിഷം പക്ഷെ യേശുവിൻ്റെ അടുത്തായതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, ഈ സ്ത്രീ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് കൂടെ അതിനകത്ത് ബാക്കിയുണ്ട്. അതായത് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, അത് പ്രാക്ടിക്കലിയാണ് ഞാൻ അത് ഉദ്ദേശിക്കുന്നത്. പ്രാക്ടിക്കലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഈ സ്വർലോകത്തെ ദുഷ്ടാത്മസേന പറയാൻ, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഈ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഉപവാസത്തിന് വേണ്ടി അങ്ങനെ ഇരുന്നപ്പോൾ, ഹല്ലേലൂയ, ആ ഒരു വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. പാഴ്സി പ്രഭു അവന്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അവിടുന്ന് ദൂതൻ, അല്ലെങ്കിൽ അവന്റെ ഇൻഫർമേഷനുള്ള ആൾ വിട്ടതാണ്. പക്ഷേ പാഴ്സി പ്രഭു അവനെ 21 ദിവസം തടഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, എന്നിട്ടും ഹല്ലേലൂയ, ആ മീഖായേൽ വന്ന്, അല്ലെങ്കിൽ അവനെ ഹാൻഡിൽ ചെയ്തിട്ട് സ്റ്റിൽ ആമേൻ, അവനൊരു ആൻസർ കിട്ടി. പക്ഷെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അത് നമ്മൾ അറിയാത്ത ഒരു സെലസ്റ്റിയൽ റിലം, അല്ലെങ്കിൽ ഒരു ഹെവൻലി റിലം ഉണ്ട്. അത് ആ റിലം ഈ ഭൂമിയിലുള്ള കേസ്, ഞാൻ ഇത്രയും പറഞ്ഞ സാധനമൊക്കെ ഭൂമിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കേസാണ്. അതായത് ഈ പറയുന്ന റൂളിംഗ് ഫീൽ ചെയ്യും, അതായത് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാപം നമ്മൾ ചെയ്യും, പാപത്തിന് അടിമയാവും, പിന്നെയും പാപം ചെയ്യും,
അതിനുശേഷം നമ്മൾ ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നത്തിലകപ്പെടാം, അല്ലെങ്കിൽ രോഗത്തിലകപ്പെടാം, അങ്ങനെ പല പ്രശ്നത്തിലകപ്പെടാം. അതാണ് ഈ പറഞ്ഞ റൂളിങ്, ഈ പറഞ്ഞ മാതിരി പവർ ആൻഡ് ഈ പറഞ്ഞ മാതിരി ഈ വേൾഡ്ലി ഫോഴ്സസ്. പക്ഷേ ഈ നാലാമത്തെ സെലസ്റ്റിയൽ റിലത്തിൽ നടക്കുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാവത്തുമില്ല. പരിശുദ്ധാത്മാവ് അത്ര ലെവലിൽ നമ്മൾ പരിശുദ്ധാത്മാവോട് ചോദിച്ചാൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ചിലപ്പോൾ മനസ്സിലാവണം നിർബന്ധമില്ല, പക്ഷേ അത് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യമല്ല. അതായത് നമുക്കുള്ള ഉത്തരം ഹല്ലേലൂയ തടസ്സപ്പെടുത്തുവാൻ അന്ധകാര മണ്ഡലത്തിൽ ചില അന്ധകാര ശക്തികളുണ്ട്. അതിന്റെ ഫൈനൽ, അതായത് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ആമേൻ ഈ ഒരു വ്യക്തി, ഈ ഒരു ദൈവവൈതൽ ജയിച്ചാൽ ഹല്ലേലൂയ അവനെ പിന്നെ പൂട്ടാൻ വേണ്ടി ദുഷ്ടപിശാച് ശ്രമിക്കുന്ന ഒരു ആകാശ മണ്ഡലത്തിൽ അന്ധകാര ശക്തിയാന്ന് ഓർക്കണം. ഹല്ലേലൂയ. അപ്പോൾ അതിനകത്തുള്ള ഒരു മർമ്മം എന്ന് വെച്ചാൽ, ഈ ദാനിയേൽ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും പ്രാർത്ഥിച്ചു. ദാനിയേൽ പ്രാർത്ഥന നിർത്തിയിട്ട് പോയില്ല. ദാനിയേൽ അത് കിട്ടണ വരം പ്രാർത്ഥിച്ചു. അതേപോലെ പത്രോസിന്റെ കാര്യത്തിലാണെങ്കിലും പത്രോസ് ആമേൻ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ശ്രദ്ധയോടെ പ്രാർത്ഥനയ്ക്ക് ദൂതനെ ഇറക്കാൻ കഴിവുണ്ട്. ആ ദൂതനെ ആമേൻ അവനെ തടയുന്ന അന്ധകാര ശക്തിയെ തോൽപ്പിച്ച് ഇറക്കാനുള്ള ഒരു കഴിവ് ശ്രദ്ധയോടെ ഉള്ള പ്രാർത്ഥനയ്ക്ക് ഉണ്ട്. പ്രാർത്ഥിക്കാൻ അത് ശ്രദ്ധയോടെ. ശരി, അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു രീതി എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയായിരിക്കണം, ആഴത്തിലുള്ള പ്രാർത്ഥനയായിരിക്കണം. ഈ ഒരു കാര്യം ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞാൽ ഒത്തിരി നല്ലതാണെന്നറിയോ. ഹല്ലേലൂയ. കാരണം ഇങ്ങനെയൊക്കെ ഓരോ സ്റ്റെപ്പ് ഉണ്ട്. ഈ ഒരു കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു സത്യം നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ. അപ്പോൾ ഈ പറഞ്ഞ ഈ 4 സിസ്റ്റം ഹല്ലേലൂയ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അതിനകത്ത് ഏറ്റവും വലിയ പ്രൈമറി നമ്മളെ മിക്കവാറും ഒക്കെ വീഴിക്കുന്ന സിസ്റ്റം വെറുതെ ഒരു സിമ്പിൾ സാധനമാണ് തോട്ട് പ്രോസസ്. നമ്മുടെ സ്പിരിറ്റിനെ യേശുവിൻ്റെ കൊടുത്ത്, യേശു നമ്മളിൽ വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ മനഃപൂർവ്വം മനസ്സിലാക്കുകയും ദൈവമേ എന്നോട് സംസാരിക്കണമേ, ഓരോ ദിവസവും എന്നെ നടത്തണമേ, ഡെയിലി നമ്മൾ ഹല്ലേലൂയ ദൈവത്തോട് ആലോചന ചോദിക്കണമെന്നാണ് കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. അല്ലേ, അത് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് തലേ തോന്നുന്നതൊക്കെ സാത്താൻ നമ്മളെ നശിപ്പിക്കുന്നതാ. നമ്മൾക്ക് നമ്മൾ ആദ്യം വിചാരിക്കുന്നതൊക്കെ ഓക്കെ, നമ്മൾ ഭയങ്കര ബ്രില്യൻ്റ് ഐഡിയ ആണ്, നമ്മൾ ഭയങ്കര ബുദ്ധിയല്ലേ, ഭയങ്കര സംഭവമല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പിശാച് നിന്നെ ആമേൻ തകർക്കാൻ, ചതിക്കാൻ, നിന്നെ ഭയങ്കരമായി ഉത്സാഹം ജനിപ്പിച്ച് മോഹം ജനിപ്പിച്ചിട്ട് തളയ്ക്കാൻ നോക്കുന്ന പദ്ധതിയാണ്. ഹല്ലേലൂയ. നമുക്കിനി ഫർദർ ആയിട്ട് പിന്നെയും കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തില് നമുക്ക് ഒരു വേദഭാഗം കൂടെ നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് ചില വേദഭാഗങ്ങൾ കാണുവാൻ കഴിയും. 18-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുക. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാൻ ബാബിലോൺ വീണുപോയി, അവൾ ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും താവളമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവരുടെ പുളിപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. ആമേൻ. ഹല്ലേലൂയ. ഈ വേദഭാഗം നമ്മൾ നേരത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലൊക്കെ പാസ്റ്റർ അത് കവർ ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു ചില പോയിന്റിൽ ഈ കുറച്ച് വേദഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അതായത് മഹദിയ ബാബിലോണിൻ്റെ ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില അന്ധകാര മണ്ഡലത്തിന്റെ സിസ്റ്റം ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ഇംഗ്ലീഷിൽ വായിക്കും, ചിലപ്പോൾ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. ആൻഡ് ഹി ക്രൈഡ് ഔട്ട് വിത്ത് എ മൈറ്റി വോയിസ് സെയിങ്, fallen is Babylon the Great. She has become a dwelling place of demon and a prison of every unclean spirit and a prison of every unclean and hateful bird.
ഞാനത് ഗ്രീക്കിൽ പോയി നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ എഴുതിയേക്കുന്ന സംഭവം ഒന്ന് ശ്രദ്ധിച്ചോ. ഒന്ന് അൺക്ലീൻ സ്പിരിറ്റ് പറയുന്നുണ്ട്, അൺക്ലീൻ ക്രീച്ചർ പറയുന്നുണ്ട്, അൺക്ലീൻ ബേർഡ് പറയുന്നുണ്ട്, ഹേറ്റ്ഫുൾ ബേർഡ് പറയുന്നുണ്ട്. ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് പലതരത്തിലുള്ള അൺക്ലീൻ സ്പിരിറ്റ്, ക്രീച്ചർ, ബേർഡ്, പിന്നെ ഹേറ്റ്ഫുൾ ബേർഡ്, അതായത് ഹേട്രഡ് ആയിട്ടുള്ള സാധനങ്ങൾ ജ്വലിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ കുറച്ചും ഈ തോട്ട് പ്രോസസ്സിലെ കാര്യങ്ങൾ പറയുന്നില്ലേ, ഈ പറയുന്ന അന്ധകാര ശക്തി ഇതുപോലത്തെ ഓരോ സാധനമാണ് വിടണേ. ഓരോ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ അശുദ്ധമായ ചിന്താഗതി വരുത്തുന്നതോ, മോഹം ജനിപ്പിക്കുന്നതോ, അല്ലെങ്കിൽ ഒരാളോട് ഒരു വിദ്വേഷം ജനിപ്പിക്കുന്നതോ ഒക്കെ ഒരു സിസ്റ്റം ഉണ്ട്, സാത്താനിക് സിസ്റ്റം. കണ്ടില്ലേ? ഹല്ലേലൂയ. പല സിസ്റ്റം കണ്ടില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ താക്കോൽ ഉപയോഗിച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ഇവിടെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയേക്കുന്നു, ആൻഡ് ദ മർച്ചന്റ് ഓഫ് ദ എർത്ത് ഹാവ് ബിക്കം റിച്ച് ബൈ ദ വെൽത്ത് ഓഫ് ഹെയർ സെൻസുവാലിറ്റി. അതെങ്ങനെ ഈ ബൈബിളിൽ തന്നെ ഈ ബിസിനസ്സിന് കാര്യം അല്ലെങ്കിൽ വ്യാപാരികൾക്ക് എങ്ങനെയാ ഇവളുടെ പരിപാടിയും കൊണ്ട് സമ്പന്നരാകുന്നത്? കണ്ടില്ലേ? അതിന്റെ പ്രാക്ടിക്കൽ വശം ദൈവം എന്നെ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഞാനൊരു എക്സാമ്പിൾ പറയാം. പണ്ടൊക്കെ ഇന്ത്യയിൽ അതായത് പാം ഓയിലിൻ്റെ കേസിലൊക്കെ വരുമ്പോൾ അവരൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, നല്ല അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടാണ് ഈ പറയുന്ന സാധനം, അതായത് അതായത് നമ്മളൊരു മോഹം ജനിപ്പിച്ചിട്ടാണ് ഈ പറഞ്ഞ മിക്കവാറും എല്ലാ മാർക്കറ്റിംഗ് ക്യാമ്പയിനും നടത്തുന്നത്. ഞാനൊരു MBA കാരനാണ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്ത ആളാണ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ ഈ മാർക്കറ്റിംഗിൽ ഈ ഫിലിം സ്റ്റാർസിനെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്തിനാ പ്രൊജക്റ്റ് ചെയ്യണേ? അവളുടെ, അതായത് ഫോർ ഓൾ ദ നേഷൻസ് ഹാവ് ഡ്രങ്ക് ഓഫ് ദ വൈൻ, അവിടെ എഴുതുന്ന അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. സകല ജാതികൾ. അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, ഇതൊന്നും അത്ര എളുപ്പമുള്ള സാധനമല്ല. ഇതൊക്കെ നമ്മൾ, അതായത് ഇതിൻ്റെയൊക്കെ പുറകിൽ നടക്കുന്ന അന്ധകാര ശക്തി ഓരോന്നിനെ, അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് ക്യാമ്പയിനിലൊക്കെ നടക്കുന്ന അഡ്വർടൈസ്മെന്റ് എന്തിനാണ് വളരെ സുന്ദരന്മാരെ ഒക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുന്നത്? അതായത് ഒരു സാധനത്തിന്റെ ഒക്കെ ആണെങ്കിൽ അതിന്റെ ക്വാളിറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെ? അവിടെ പോരാ. പകരം മോഹം ജനിപ്പിച്ചിട്ടാണ് ജനങ്ങളെ അടിമയാക്കുന്നത്. അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മഹദിയാം ബാബിലോണിന്റെ ഹല്ലേലൂയ സ്പിരിറ്റുകളെ കണ്ടില്ലേ? ഹല്ലേലൂയ. ഇത് ഒത്തിരി ഡീപ്പാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുക. പക്ഷേ അടുത്ത വാക്യം വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചേ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ. ആരെ വിളിക്കുന്നത്? ദൈവത്തിന്റെ ജനത്തെ. അപ്പോ ഹല്ലേലൂയ, ദൈവത്തിന്റെ ജനത്തിന് ഇവളെ അഫക്റ്റ് ചെയ്യൂലേ? അഫക്റ്റ് ചെയ്യും. ദൈവത്തിന്റെ ജനത്തെ വിളിക്കുന്നത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടു പോരുവീൻ. ഇവിടെ ഞാൻ ഇംഗ്ലീഷിലും കൂടി വായിക്കാം, അപ്പൊ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ആൻഡ് ഐ ഹേർഡ് അനദർ വോയിസ് ഫ്രം ഹെവൻ സെയിങ്, കം ഔട്ട് ഓഫ് ഹെർ മൈ പീപ്പിൾ, so that you will not participate in her sins and receive of her plagues. ഹല്ലേലൂയ. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യ, ഇവളുടെ പാപങ്ങളിൽ പെട്ടാൽ പാപം മാത്രമല്ല വരണത്, അതിന്റെ പുറകെ പ്ലേഗും ഉണ്ട്. ഹല്ലേലൂയ. സാത്താൻ എന്താ അടിസ്ഥാനപരമായ സാത്താന്റെ പരി? മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് ഈ പറഞ്ഞ മാതിരി ഫോഴ്സ് ഉപയോഗിച്ച് റൂളി ചെയ്ത് പാപം ചെയ്യിപ്പിച്ച് തടവിലാക്കി നമ്മൾക്ക് എതിരായിട്ട് പ്രശ്നങ്ങളെ സൃഷ്ടിച്ച്, ഒരുപക്ഷെ രോഗമായിരിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളായിരിക്കാം, അവസാനം നമ്മളെ നശിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജിയുടെ മർമ്മമാ ഹല്ലേലൂയ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹല്ലേലൂയ. കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റില്ല. പിന്നീട് പരിശുദ്ധാത്മ അനുവദിക്കുന്നു എങ്കിൽ പറയാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം വളരെ വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് പാപം ചെയ്യുവാണെങ്കിൽ നമ്മൾ പിശാചിന്റെ മക്കളാണ്. വെരി ഫ്രാങ്ക്. ഒരിക്കലും, അതായത് പാപം ചെയ്തിട്ട് അത് മനുഷ്യനാണ്, കുറച്ച് വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും പാപം ചെയ്യുന്ന. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, താങ്കൾ തെറ്റി. നിങ്ങളുടെ സ്പിരിറ്റിനകത്ത് യേശു ഉണ്ടായിട്ട് ആ യേശു ഒരിക്കലും നിങ്ങളെ പാപം ചെയ്യിപ്പിക്കത്തില്ല.
പക്ഷേ നിങ്ങളുടെ സ്പിരിറ്റിനെ സാത്താൻ സ്വാധീനിച്ച് റൂൾ ചെയ്യിപ്പിച്ചാ നിങ്ങളെ പാപം ചെയ്യിക്കുന്നത്. വെരി സിമ്പിളാ അത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാ ഹല്ലേലൂയ ഇവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മക്കളാ. ഇനി വേറൊരു സാധനം കൂടെ കാണിച്ചില്ല. ഇതേ 8-ാം അധ്യായത്തിൽ ഈ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു ഇവരെ വിളിക്കുന്ന, അതായത് നമ്മളൊക്കെ ഈ പുതിയ നിയമം ഇസ്രായേൽ എന്നല്ലേ പറയണേ. പുതിയ നിയമം ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് എപ്പോഴൊക്കെ രക്ഷിക്കപ്പെട്ടിട്ട് പക്ക പാവം ചെയ്തിട്ട് ദൈവത്തിന്റെ മകനാണ് മകളാണെന്ന് പറഞ്ഞിരിക്കുന്നത് വെറും പോഷ്കാണ്. അത് തെറ്റായ അണ്ടർസ്റ്റാൻഡിങ് ആണ്. യെസ് പാപം ചെയ്തോ, സാത്താൻ ഈസ് ദെയർ. സാത്താനിലെ അണ്ടർ ഇൻഫ്ലുവൻസ് ആണ്, സാത്താന്റെ മക്കളാണ്. ഇത് ഞാൻ പറയണതല്ല. ശരിക്കുള്ള യഹൂദന്മാരോട്, ശരിക്കുള്ള അബ്രഹാം മക്കളുടെ മുഖത്ത് നോക്കി യേശു പറയുന്ന കാര്യമാണ് ഞാനിത് വായിച്ചു കേൾപ്പിക്കാം. ഈ പറഞ്ഞ 8-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കാണുന്നു. യേശു അവരോട് പറയുന്നത്, നിങ്ങളുടെ പിതാവ് ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, എന്നെ അയച്ചതാകുന്നു. അതിനുശേഷം 44-ാം വാക്യം, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. ഇത് യേശു ശരിക്കുള്ള ജെന്യുവൻ ആയിട്ടുള്ള ജൂസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അവര് പറഞ്ഞു ഞാൻ അബ്രഹാമിന്റെ മക്കളാണ്. അബ്രഹാമിന്റെ മക്കളായ അവരോട് യേശു പറയാ, നിങ്ങളുടെ ക്രിയ മൊത്തം, അല്ലെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ ചെയ്യുന്ന കാര്യം മൊത്തം റോങ് ആണ്. നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന സാത്താനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ മക്കളാണ്. ഈ സാധനം പുതിയ നിയമം ഇസ്രായേലാണ്. പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ തന്നെ വരും. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സാത്താൻ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ കിടക്കാതെ താക്കോൽ വെച്ച് അന്ധകാര ശക്തിയെ പൂട്ടി, നമ്മളിപ്പോൾ പല ലെവലിലുള്ള കാര്യങ്ങൾ പഠിച്ചായിരുന്നു. പകരം പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, കറക്റ്റായിട്ടുള്ള വഴി, കറക്റ്റായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്നോട് പറയണമേ എന്ന് പറഞ്ഞ് ആ ഒരു കറക്റ്റായിട്ടുള്ള പാതയിൽ ദൈവം പറയുന്നതനുസരിച്ച് പോകാൻ തയ്യാറാണോ? ഡെഫിനറ്റ്ലി ദൈവം നമ്മളോട് കൂടെയിരിക്കും. ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.